ആ ഭയങ്കരമായ രാത്രിയിൽ കടലിൽ തിരമാലകൾ വല്ലാതെ അടിച്ചുകൊണ്ടേയിരുന്നു. ഒരു ചെറിയ മര ബോട്ട് ആ തിരമാലകൾക്കിടയിൽ കൂടി വരികയായിരുന്നു. രാഘവ് തന്റെ ബോട്ടിനെ നിയന്ത്രിക്കാനായി ശ്രമിക്കുകയായിരുന്നു. മഴ പെയ്യുന്നത് കാരണം അവന്റെ തുണികളൊക്കെ നനഞ്ഞിരിക്കുകയായിരുന്നു. അവനെ കാണാൻ വല്ലാതെ ക്ഷീണിച്ചിരിക്കുകയായിരുന്നു. ആ ബലത്ത കാറ്റിനിടയിൽ അവൻ കപ്പൽ വീഴാതിരിക്കാനായി നന്നായി ശ്രമിച്ചുകൊണ്ടിരുന്നു. ആ മരത്തിനെ പിടിച്ചു വച്ചിരുന്നു. പക്ഷെ കൊടുങ്കാറ്റ് നിൽക്കുന്നത് പോലെ ഒരടയാളവും ഇല്ലായിരുന്നു. എന്റെ ദൈവമേ, എന്നെ രക്ഷിക്കൂ. ഈ കൊടുങ്കാറ്റ് എന്നെ കൊല്ലുന്നു തോന്നുന്നു. എന്റെ ബോട്ട് പൊട്ടിപ്പോകുന്നു. അപ്പോഴാണ് ഒരു വലിയ തിരമാല വന്ന് ആ ബോട്ടിൽ മുട്ടിയത്. ബോട്ടിനകത്ത് വെള്ളം നിറയാൻ തുടങ്ങി. പിന്നെ അത് പതുക്കെ പതുക്കെ വെള്ളത്തിനടിയിൽ മുഴുകാൻ തുടങ്ങി. രാഘവിന്റെ കയ്യിൽ നിന്നും ബോട്ട് വഴുതിപ്പോയി. പിന്നെ അവൻ ആ കടലിനകത്ത് മുങ്ങാൻ തുടങ്ങി. ആരെങ്കിലും ഉണ്ടോ? രക്ഷിക്കൂ, എനിക്ക് നീന്താൻ വരില്ല, എന്നെ സഹായിക്കൂ. കുറച്ചു സമയത്തിനകം ആ കടലിന്റെ ആഴത്തിൽ അവൻ മുങ്ങിപ്പോയി. 3 ദിവസങ്ങൾക്ക് ശേഷം സൂര്യൻ നന്നായി പ്രകാശിക്കുകയായിരുന്നു. അവിടുത്തെ ചുറ്റുപാടും അല്പം ശാന്തമായി കാണപ്പെട്ടു. ഒരുപാട് ദൂരെ ഒരു ദ്വീപിന്റെ കരയുടെ അടുത്ത് രാഘവ് ബോധമില്ലാതെ നനഞ്ഞു കിടക്കുകയായിരുന്നു. ചോട്ടു ഒരു 10 വയസ്സുള്ള ആദിവാസി കുട്ടിയാണ്. രാഘവിനടുത്തേക്ക് ഓടി വന്നു. അടുത്തു വന്ന് രാഘവിന് ജീവനുണ്ടോ ഇല്ലയോ എന്ന് നോക്കി. രാഘവ് ജീവനോടെ ഉണ്ടെന്ന് ചോട്ടു മനസ്സിലാക്കിയതും തന്നെ അവൻ അടുത്തുണ്ടായിരുന്ന എല്ലാരെയും വിളിച്ചു. അച്ഛാ, അച്ഛാ, ഒന്ന് വേഗം വരൂ. കടലിൽ പൊന്തി ഒരാൾ ഇവിടേക്ക് വന്നിട്ടുണ്ട്. അവിടെയുള്ള ആദിവാസികളുടെ നേതാവ് ആ സമയത്ത് അവിടെ എത്തി. അദ്ദേഹം രാഘവിനെ നോക്കാൻ തുടങ്ങി. അദ്ദേഹം രാഘവിനടുത്ത് വന്ന് അവന്റെ കൈ പിടിച്ച് പരിശോധിച്ചു. ഇദ്ദേഹം ജീവനോടുണ്ട് ചോട്ടു, പക്ഷേ ഇവനെ കാണാൻ നമ്മളെപ്പോലല്ല. ഇദ്ദേഹം പുറത്തു ലോകത്തിലുള്ള മനുഷ്യനെന്ന് തോന്നുന്നു. കൊടുങ്കാറ്റ് ഇവനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. അച്ഛാ, ഇദ്ദേഹത്തിന്റെ വസ്ത്രം വല്ലാതെ ഇരിക്കുകയാണല്ലോ. ഇദ്ദേഹം നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുമോ? ഇല്ല, ഇദ്ദേഹം ഇപ്പോൾ ക്ഷീണമായിട്ടുണ്ട്. നമ്മൾ ആദിവാസികളാണ്. ദശ അറിയാതെ ഇവിടെ വന്നവരെ മറന്നിക്കാൻ വിടില്ല. ഇദ്ദേഹത്തിനെ നമ്മുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോവാം. ഭീം രാഘവിനെ തന്റെ തോളത്ത് തൂക്കിയിട്ടു. എന്നിട്ട് ആ ദ്വീപിലുള്ള തന്റെ ഗ്രാമത്തിലേക്ക് നടന്നു ചെല്ലാൻ തുടങ്ങി. ചോട്ടുവും അദ്ദേഹത്തിന് പുറകെ നടന്നു ചെന്നു. ഒരാഴ്ച അങ്ങനെ കടന്നുപോയി. രാഘവ് മുള കൊണ്ടും കളിമണ്ണ് കൊണ്ടും കെട്ടപ്പെട്ട ആദിവാസിയുടെ കുടിലിൽ വിശ്രമിക്കുകയാണ്. സോമ അവിടെ ഇരുന്ന് അവനെ നന്നായി നോക്കുകയായിരുന്നു. അവർ അവനെ ചികിത്സിക്കുകയായിരുന്നു. രാഘവ് പതുക്കെ പതുക്കെ തന്റെ കണ്ണു തുറന്നു. അവന്റെ മങ്ങലായ കാഴ്ച പതുക്കെ പതുക്കെ തെളിയാൻ തുടങ്ങി. സോമയുടെ വ്യത്യാസമായ വസ്ത്രധാരണ കണ്ട് അവൻ ഞെട്ടി എണീക്കാനായി ശ്രമിച്ചു. പക്ഷെ അവന് തീരെ വയ്യാത്തത് കാരണം വീണ്ടും അവൻ താഴേക്ക് വീണു. സോമ അവനെ താങ്ങി പിടിച്ചു. പിന്നെ അവൻ പതുക്കെ എണീക്കാനായി അവർ അവനെ സഹായിച്ചു. വിശ്രമിച്ചോളൂ, നീ ഇപ്പോൾ വളരെ സുരക്ഷിതനാണ്. നിന്റെ ശരീരത്തിൽ ഇപ്പോൾ തീരെ ശക്തിയില്ല. ഞാൻ എവിടെയാണുള്ളത്? നിങ്ങൾ എല്ലാവരും ആരാണ്? എൻ്റെ ബോട്ട് എവിടെ പോയി? ഞാൻ എൻ്റെ ഊരിലേക്ക് പോകണം. അപ്പോഴാണ് ഭീം ഒരു കുട്ടയിൽ ഫ്രഷായ കാട്ടിലെ പഴങ്ങൾ കൊണ്ടുവന്നത്. അദ്ദേഹം കുട്ട ഒരു മൂലയിൽ വെച്ചിട്ട് രാഘവിനടുത്തേക്ക് ചെന്നു. ഇത് ഞങ്ങളുടെ വീടാണ്. നിന്റെ ബോട്ട് പൊട്ടിപ്പോയി, പക്ഷേ നീ രക്ഷപ്പെട്ടു. ഈ ഔഷധച്ചാറ് കുടിക്കേ. സോമ ഔഷധച്ചാറ് ഒരു പാത്രത്തിൽ രാഘവിന് നൽകി. അവൻ കുറച്ചു സമയം ചിന്തിച്ചിരുന്നു. പക്ഷെ ആ ഔഷധച്ചാറിന്റെ മണം അവൻ ഒരുപാട് ഇഷ്ടമായി. അവൻ പതുക്കെ പതുക്കെ ആ ചാറ് കുടിക്കാൻ തുടങ്ങി. ആ രുചി അവൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് എന്താണിത്? ഇത് ഒരുപാട് രുചിയായിട്ടുണ്ട്. പിന്നെ എൻ്റെ വേദനകളും കുറയുന്നുണ്ട്. ഇതിൽ കാട്ടിലെ ഔഷധങ്ങളും കാട്ടിലെ തേനുമുണ്ട്. ഞങ്ങളുടെ കാടാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ മരുന്ന്. തന്നോട് സ്നേഹത്തോടെ സംസാരിക്കുന്ന ആദിവാസികളെ രാഘവ് നോക്കി. അപ്പോൾ അവന് മനസ്സിലായി അവൻ സുരക്ഷിതനാണെന്ന്. അവൻ വീണ്ടും തന്റെ കിടക്കയിൽ ശാന്തനായി കിടന്നുറങ്ങി. കുറച്ചാഴ്ചകൾ കടന്നുപോയി. ഇപ്പോൾ രാഘവിന് പൂർണ്ണമായും ഗുണമായി. അവൻ ഭീമിന്റെ കൂടെയും ചോട്ടുവിന്റെ കൂടെയും കാട്ടിൽ നടക്കുകയായിരുന്നു. 3 പേരും വ്യത്യാസമായ ഒരു ചെടിയുടെ അടുത്തേക്ക് വന്നു. അതിൽ നീല നിറത്തിൽ മരിച്ചീനി കിഴങ്ങ് ഉണ്ടായിരുന്നു. ഭീം ആ ചെടികൾക്ക് ഒരു കേടും കൂടാതെ അതിനെ ശ്രദ്ധിച്ചു പറിച്ചെടുത്തു. പിന്നെ ചോട്ടു അത് ഓരോന്നായി എടുത്ത് കുട്ടയിൽ നിറച്ചു. നിങ്ങൾ എന്തിനാ പച്ചക്കറികളെ ഇത്ര ശ്രദ്ധയോടെ എടുക്കുന്നത്? ഞങ്ങളുടെ ഗ്രാമത്തിലെ ആൾക്കാർ മൺവെട്ടി കൊണ്ട് ചെടി തന്നെ പറിച്ചേക്കും.
രാഘവ്, ഈ ഭൂമി നമ്മളുടെ അമ്മയാണ്. ഈ ഭൂമിയിലേക്ക് നമ്മൾ കഷ്ടം കൊടുത്താൽ ഇത് അടുത്ത പ്രാവശ്യം പച്ചക്കറികൾ തരില്ല. ഞങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അതുമാത്രമാണ് ഞങ്ങൾ എടുക്കും. ദേ നോക്കൂ രാഘവ് ചേട്ടാ, ഇത് കിഴങ്ങാണ്. ഇത് തീയിൽ ചുട്ടെടുത്താൽ ഇത് വളരെ നല്ല രുചിയായിരിക്കും. ഇത് നമുക്ക് ശക്തി തരും. രാഘവ് അതിൽ നിന്നും ഒരു കിഴങ്ങെടുത്തു. എന്നിട്ട് അത് മണപ്പിച്ചു നോക്കി. അതിന്റെ മണം തന്നെ രുചിയുള്ളതായിരുന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ ആ കാട്ടിൽ വളരെ വ്യത്യാസമായ ചെടികളൊക്കെ അവൻ കണ്ടു. ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരുപാട് ഉറവും മരുന്നുകളും അടിക്കുന്നു. എന്നാലും ഭക്ഷണത്തിൽ ഇതുപോലെ സുഗന്ധം വരുന്നില്ല. നിങ്ങളുടെ കാട് ഒരു പൊക്കിഷമാണ്. നിങ്ങൾക്ക് അത്യാവശ്യം വരുന്നവരെ കാട് പൊക്കിഷമായിട്ടും ഉണ്ടാവും. ശരി വാ, ഈ കാടിന്റെ ഭക്ഷണം എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പഠിപ്പിച്ചു തരുന്നു. അവർ 3 പേരും മുന്നിലോട്ട് നടന്നു ചെന്നു. പിന്നെ അവരുടെ കുട്ടയിൽ ഒരുപാട് പഴങ്ങളും ഒരുപാട് കിഴങ്ങുകളും അവർ പറിച്ചെടുത്തു. രാത്രി സോമ ആ ഗ്രാമത്തിന് നടുക്ക് ആഹാരം പാചകം ചെയ്യാനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്യുകയായിരുന്നു. പറിച്ചുകൊണ്ടുവന്ന നീലക്കിഴങ്ങ് പാനയിലുണ്ടായിരുന്ന വെള്ളത്തിൽ കഴുകി. എന്നിട്ടത് മുറിച്ചെടുത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതിനെ മാറ്റി. അവൾ അതിൽ എണ്ണ ചേർക്കാതെ കാട്ടിലെ മസാലകളും പിന്നെ ചുവന്ന പഴത്തിന്റെ ചാറും ഒഴിച്ചു. രാഘവ് ഇതെല്ലാം നോക്കി നിൽക്കുകയായിരുന്നു. സോമ മാഡം, നിങ്ങൾ എണ്ണയില്ലാതെ പാചകം ചെയ്യുന്നു. ഞങ്ങളുടെ സ്ഥലത്ത് എണ്ണയില്ലാതെ ഒരു പാചകം ചെയ്യാറില്ല. എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യേണ്ടത്? ഇത് നമ്മൾ പച്ച മുളക്കമ്പിലിട്ട് തീയിൽ വെക്കുകയാണെങ്കിൽ മുളയിലുള്ള വെള്ളം ഇതിന് രുചി നൽകുന്നതാണ്. സോമ മസാല ചേർത്ത ആ പച്ചക്കറികളെ മുളത്തണ്ടിൽ നിറച്ചു. അവൾ അത് ഇല കൊണ്ട് മൂടി അത് കത്തിക്കൊണ്ടിരിക്കുന്ന കരിയടുപ്പിന് മുകളിൽ വെച്ചു. കുറച്ചു സമയത്തിനകം അതിൽ നിന്നും നല്ലൊരു മണം വരാൻ തുടങ്ങി. മണം വന്നു കഴിഞ്ഞു. രാഘവ് ചേട്ടാ, ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വിരൽ പോലും മറന്നു പോകും. അത്രയ്ക്ക് രുചിയായിരിക്കും. തുണി കൊണ്ട് ആ മുളത്തണ്ട് വളരെ ശ്രദ്ധിച്ചെടുത്തു. എന്നിട്ടത് കത്തി കൊണ്ട് അവൾ തുറന്നു. വേവിച്ച ആഹാരം ഒരു ഇലയിലേക്ക് അവൾ മാറ്റി. രാഘവ് അതിൽ നിന്നും ഒരു കഷ്ണം കിഴങ്ങെടുത്തു. അത് കഴിച്ചതും അവന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷം വന്നു. ഇത് ശരിക്കും അടിപൊളിയായിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു രുചിയായി ഞാൻ ഇതുവരെ കഴിച്ചിട്ടേ ഇല്ല. ഇത് പ്രകൃതി തരുന്ന രുചിയാണ് രാഘവ്. രാഘവ് ആഹാരം നോക്കി. അവന്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു പുതിയ ചിന്ത ഉണർന്നു വന്നു. അവൻ ഈ യാത്ര തുടങ്ങിയിട്ട് ഒരുപാട് ദിവസങ്ങളായി. അതിനുശേഷം ആ ദിവസത്തിൽ നിന്നും ഏകദേശം 5 വർഷത്തിനു ശേഷം കടലിന്റെ കരയിലായി കളിമണ്ണ് കൊണ്ടും മുള കൊണ്ടും കെട്ടപ്പെട്ട ഒരു ചെറിയ ഡാബ അവിടെ ഉണ്ടായിരുന്നു. ശാന്തത നിറഞ്ഞ സ്ഥലമായും കാറ്റു നിറഞ്ഞ സ്ഥലമായും ഇരുന്നു. ഡാബയുടെ എൻട്രൻസിൽ ഇല കൊണ്ട് ചെയ്യപ്പെട്ട ഒരു ബോർഡ് തൂക്കിയിട്ടിരുന്നു. ഈ ഡാബ നടത്തിക്കൊണ്ടിരിക്കുന്നത് രാഘവാണ്. ഇപ്പോൾ അവന്റെ പ്രായം അല്പം അധികമായി തോന്നാൻ തുടങ്ങി. അവൻ കാട്ടിലെ പഴങ്ങളും പച്ചക്കറികളും കൊണ്ട് ഗ്രാമത്തിനുള്ള ആഹാരം ഉണ്ടാക്കുകയായിരുന്നു. ചോട്ടു, ടേബിൾ നമ്പർ 3-ൽ കുറച്ച് കാട്ടുതേനും മുള ആന്താസ് എടുത്തുകൊണ്ടുപോ. വേഗമാവട്ടെ. ഇതാ വന്നു രാഘവ് ചേട്ടാ. എല്ലാവരും നിങ്ങൾ കൊടുക്കുന്ന ജ്യൂസിന് ഒരുപാട് മയങ്ങിപ്പോയിട്ടുണ്ട്. ചോട്ടു ഇപ്പോൾ വലിയവനായി വളർന്നു. രാഘവിനെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കുകയായിരുന്നു അവൻ. ജനങ്ങൾ ആ ഡാബയിലേക്ക് വന്ന് രുചികരമായ ഭക്ഷണം കഴിച്ച് വളരെ സന്തോഷിച്ചു. അപ്പോഴാണ് അവിടേക്ക് ഭീം വന്നത്. രാഘവ്, നീ ഞങ്ങളുടെ പഴയ മുറിയിലേക്ക് ഒരു പുതിയ രൂപം തന്നിട്ടുണ്ട്. ഇതുപോലെ സംഭവിക്കുമെന്ന് ഞങ്ങൾ ഇതുവരെ ആലോചിച്ചിട്ടേ ഇല്ല. ഭീം ചേട്ടാ, ഇതെല്ലാം നിങ്ങളുടെ കരുണ തന്നെയാണ്. ഈ കാട് എനിക്ക് ഒരു പുതിയ ജീവിതം തന്നിട്ടുണ്ട്. നമ്മളുടെ ഭൂമിയിലേക്ക് ഈ ഡാബ ഞാൻ പറയുന്ന നന്ദിയാണ്. സാഹചര്യം വളരെ ശാന്തമായിരുന്നു. പ്രകൃതി ഭക്ഷണത്തിന്റെ മണം ജനങ്ങളുടെ മനസ്സിൽ സന്തോഷം നിറഞ്ഞിരിക്കുകയാണ്. രാഘവ്, ഭീം പിന്നെ ചോട്ടു അതേ സന്തോഷത്തോടു കൂടി നോക്കി. അതിനുശേഷം ഒരു ദിവസം ആ ദ്വീപിന്റെ കരയുടെ അടുത്ത് ഒരു മോട്ടോർ ബൈക്ക് വന്നു. കാണാൻ വളരെ ബുദ്ധിയുള്ളവനായി തോന്നപ്പെടുന്ന ഒരു യുവാവ് ബോട്ടിൽ നിന്നും താഴേക്കിറങ്ങി. അദ്ദേഹത്തെ തുടർന്ന് വേറൊരു യുവാവും താഴേക്കിറങ്ങി. കബീർ ചിരിച്ചുകൊണ്ട് 4 ദിശയിലേക്കും ചുറ്റി നോക്കി. എന്നിട്ട് ക്യാമറയുടെ മുൻപിൽ തന്റെ റിപ്പോർട്ടിംഗ് തുടങ്ങി. സുഹൃത്തുക്കളെ, 5 കൊല്ലങ്ങൾ മുൻപ് ഒരു മത്സ്യക്കാരൻ കൊടുങ്കാട്ടിൽ കാണാതെ പോയിട്ടുണ്ട്. അവർ മരണിച്ചെന്ന് എല്ലാവരും വിചാരിച്ചു. പക്ഷെ കുറച്ച് ദിവസങ്ങൾ മുൻപാണ് സമുദ്രത്തിലെ ഒരു ബോട്ട് അറിയാതെ ഒരു പുതിയ ദ്വീപിൽ ഒരു ഡാബയിനെ കണ്ടു. ആ രാഘവ് ജീവനോടുണ്ടോ? വരൂ ചെന്ന് നോക്കാം. കബീറും ക്യാമറാമാനും ആ ഡാബയെ നോക്കി വരാൻ തുടങ്ങി. പക്ഷെ പോകുന്ന വഴിയിൽ അവർ ചോട്ടുവിനെ കണ്ടു. കബീർ അവനോട് സംസാരിക്കാനായി ഒന്ന് ശ്രമിച്ചു നോക്കി. നിങ്ങൾ ഈ ദ്വീപിലെ ആളാണോ?
ഇവിടെ രാഘവെന്ന് ആരെങ്കിലും ഉണ്ടോ? സിറ്റിയിൽ നിന്ന് വന്നവര്? നിങ്ങൾ എല്ലാവരും ആരാണ്? പിന്നെ ഈ വിചിത്ര കറുത്ത സാധനം എന്താണ്? ഞങ്ങൾ പുറത്തിലെ ആൾക്കാരോട് സംസാരിക്കില്ല. പേടിക്കണ്ട, ഞങ്ങൾ ശത്രുക്കളല്ല. ഞങ്ങൾ രാഘവനെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. ചോട്ടു കുറച്ചു സമയം ഒന്ന് ചിന്തിക്കാൻ തുടങ്ങി. പക്ഷെ അവന് കബീറിനെ കണ്ടപ്പോൾ നല്ലവനായി തോന്നി. അവൻ അവരെ ഡാബയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. കുറച്ചു സമയത്തിന് ശേഷം ചോട്ടു ക്യാമറാമാനെയും കബീറിനെയും ഡാബയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. രാഘവ് ജീവനോടെ ഇരിക്കുന്നത് കണ്ടിട്ട് കബീർ ഞെട്ടിപ്പോയി. നിങ്ങൾ ശരിക്കും രാഘവാണോ? നിങ്ങൾ ജീവനോടുണ്ടോ? നിങ്ങൾ മരണിച്ചു എന്ന് നിങ്ങളുടെ ഗ്രാമത്തിലെ ആൾക്കാർ വിചാരിക്കുന്നു. അതെ, ഞാനാണ് രാഘവ്. പക്ഷേ ഞാൻ ഇപ്പോൾ ഈ കാട്ടിലെ ആളാണ്. വരൂ, നിങ്ങൾ ഇത്ര ദൂരത്തിൽ നിന്ന് വന്നിട്ടുണ്ട്, എന്തെങ്കിലും കഴിച്ചേക്ക്. രാഘവ് അദ്ദേഹത്തെ ഒരു ടേബിളിൽ ഇരുത്തി. പിന്നെ കാട്ടിലെ പച്ചക്കറികളും ഔഷധങ്ങളും കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ആഹാരം അവർക്ക് കൊടുത്തു. ക്യാമറാമാൻ ഇതൊക്കെ റെക്കോർഡ് ചെയ്യുകയായിരുന്നു. ഇത് എന്താണ് രാഘവ് സർ? ആദ്യം ഇത് എടുത്ത് കുറച്ച് കഴിക്ക്, പിന്നെ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ തന്നെ നിർണ്ണയിക്ക്. കബീർ ചെറുതായി ചിന്തിച്ചുകൊണ്ട് ഒരു വായ എടുത്ത് കഴിച്ചു. പിന്നെ അദ്ദേഹത്തിന് അത് ഒരുപാട് ഇഷ്ടമായി. ഓ മൈ ഗോഡ്, ഈ രുചി ഒരുപാട് അടിപൊളിയായിട്ടുണ്ട്. ഇതിൽ ഒരു വിചിത്രമായ ഫ്രഷ്നെസ് ഉണ്ട്. രാഘവ് കിച്ചന്റെ കതകിനടുത്ത് നിന്നുകൊണ്ടിരുന്ന സോമുവിനെയും ചോട്ടുവിനെയും നോക്കി ചിരിച്ചു. 3 പേരും മാറി മാറി നോക്കി പരസ്പരം ചിരിച്ചു. രാഘവ് അവിടെ നിന്നും കബീറിനെയും കൂട്ടുകാരനെയും വിളിച്ച് ആ കാട് മുഴുവൻ ചുറ്റിക്കാണിച്ചു. അവർക്ക് പ്രകൃതിയുടെ ഭംഗിയും കാട്ടിലെ പഴങ്ങളും കാണിച്ചു. രാഘവ് അവിടെ പുതിയതായി നട്ടുവെച്ച ചെടികൾ, പിന്നെ വലിയ വലിയ മരങ്ങളെല്ലാം കാണിച്ചു. ക്യാമറാമാൻ ഇതെല്ലാം തന്റെ ക്യാമറയിൽ റെക്കോർഡ് ചെയ്ത് എടുക്കുകയായിരുന്നു. രാഘവ് സർ, നിങ്ങളുടെ ഭക്ഷണം ഒരുപാട് അടിപൊളിയായിട്ടുണ്ട്. കാട്ടിൽ നിന്ന് ദിവസങ്ങൾ പഴങ്ങൾ എടുക്കുന്നത് കൊണ്ട് അത് നഷ്ടപ്പെടില്ലേ? ഇതാണ് വലിയ കാര്യം മിസ്റ്റർ കബീർ. നമ്മൾ കാട്ടിൽ നിന്ന് ഏതാണ് എടുക്കുന്നത് അതിനെ ഡബിളായിട്ട് തിരിച്ചു തരണം. കബീർ രാഘവിന്റെ കഴിവും അവൻ പ്രകൃതിയോട് വെച്ചിട്ടുള്ള സ്നേഹവും കണ്ട് ചിരിക്കാൻ തുടങ്ങി. അദ്ദേഹം ക്യാമറയുടെ മുന്നിൽ സംസാരിക്കാൻ തുടങ്ങി. സുഹൃത്തുക്കളെ, ഇതൊരു മുഖ്യമായ പാഠമാണ്. സിറ്റിയിലെ ആൾക്കാർ കാട്ടിനെ അഴിക്കുന്നു, പക്ഷെ ഇവിടെ ഈ ആദിവാസി ആളുകളും രാഘവും ചേർന്നിട്ട് പ്രകൃതിനെ രക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ക്യാമറാമാൻ ആ കാട് മുഴുവൻ ചുറ്റി വീഡിയോ എടുത്തു. പിന്നെ പലവിധമായ പച്ചക്കറികൾ, പഴങ്ങൾ, കിഴങ്ങുകൾ എല്ലാം തന്നെ റെക്കോർഡ് ചെയ്തു. അവിടെ നിന്നും തിരികെ വന്ന് കബീർ ആദിവാസികളുടെ ഡാബയുടെ മുന്നിലായി വന്ന് നിൽക്കുകയായിരുന്നു. സുഹൃത്തുക്കളെ, ഇതാണ് ആദിവാസി ഡാബയുടെ കഥയാണ്. ഇത് ഡാബയുടെ കഥ മാത്രമല്ല, ഇത് നമ്മൾക്ക് കിട്ടിയ ഒരു പാഠമാണ്. നമ്മൾ എങ്ങനെയാണ് പ്രകൃതിയെ നഷ്ടം ചെയ്യാതെ ഒരു നല്ല ജീവിതം ജീവിക്കണമെന്ന പാഠമാണ്. രാഘവ് ഇനി തിരിച്ച് സിറ്റിയിലേക്ക് വരില്ല, കാരണം അദ്ദേഹത്തിന് ഒരു ശരിക്കുമുള്ള കുടുംബവും സന്തോഷവും ഇവിടെ കിട്ടിയിട്ടുണ്ട്. കബീർ രാഘവിനെ തിരിഞ്ഞു നോക്കി. നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് രാഘവ് സർ, ഞങ്ങൾക്ക് ഈ വഴി കാണിച്ചതിന്. ഞാനും നിങ്ങൾക്ക് നന്ദി പറയുന്നുണ്ട്. ഈ ലോകത്തിലേക്ക് ഒരു കാര്യം പറയൂ, കാട്ടിനെ രക്ഷിക്കണമെന്ന് പറയൂ. കാട് എപ്പോഴും നമുക്ക് വിശപ്പ് തരില്ല. കബീർ ശരിയെന്ന് തല അനക്കി. അതിനുശേഷം ക്യാമറാമാൻ തന്റെ റെക്കോർഡിംഗ് അവസാനിപ്പിച്ചു. കബീറും ക്യാമറാമാനും അവരുടെ ബോട്ട് എടുത്തുകൊണ്ട് ആ ദ്വീപിൽ നിന്നും പുറപ്പെട്ടു. രാഘവ് ആദിവാസി സമൂഹത്തോടൊപ്പം ചേർന്ന് അവിടെ അതേ ദ്വീപിൽ ഇരിക്കുകയായിരുന്നു. തന്റെ മൺമണം മാറാത്ത ആദിവാസി ഡാബ നടത്തിക്കൊണ്ട് വരികയാണ്. കഥ ഇതോടുകൂടി അവസാനിക്കുന്നു.